കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വാർത്ത വന്ന ഒന്നായിരുന്നു കലാഭവൻ മണിയുടെ മകൾ ഡോക്ടറായി എന്നൊരു വാർത്ത. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർ ആലോചിക്കുകയും പരസ്പരം ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മിയെ ഒരു ഡോക്ടറാക്കണം. ചാലക്കുടിയിലെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഡോക്ടറാക്കണം എന്നത്. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നും സഫലീകരിക്കുന്ന ശ്രീലക്ഷ്മി ഇനി പഠനമെല്ലാം പൂർത്തീകരിച്ച് ട്രെയിനിങ്ങും കഴിഞ്ഞ് ചാലക്കുടിയിൽ തന്നെ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ തുടങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ മകൾ ചെയ്യേണ്ട ഒരു യഥാർത്ഥ ദൗത്യം. കലാഭവൻ മണിക്ക് എല്ലാം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിരുന്നു. ഏതൊരു വേദി എത്തിയാലും ഞാനൊരു ചാലക്കുടിക്കാരനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അഭിമാനപൂരം എപ്പോഴും നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. ചാലക്കുടിക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അക്ഷരാർത്ഥത്തിൽ തുനിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകളോട് താൻ എപ്പോഴും ഒരു ഡോക്ടറാകണമെന്നും ചാലക്കുടിയിലെ ആളുകളെ ചികിത്സിക്കണമെന്ന് പറയാറുള്ളതെന്നും കലാഭവൻ മണി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നല്ലൊരു ആശുപത്രി ഇല്ലാതിരുന്ന കാലമുണ്ട്. ആ കാലത്തിലൂടെ കടന്നുപോയ എൻ്റെ നാട്ടുകാരിയും എൻ്റെ ജീവിതവും ഒക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. നല്ലൊരു ആശുപത്രിയിൽ പോകണമെങ്കിൽ പൈസ ചിലവാകും. നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണമെങ്കിലും അതിനനുസരിച്ച് പൈസ ചിലവാകും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അസുഖമെല്ലാം വിധിയാണെന്ന് കരുതി ജീവിച്ചു പൊരുതുന്ന ഒരുപാട് പേരെ കലാഭവൻ മണി പിന്നീട് പൈസ ലഭിച്ചപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ പൈസയില്ലാതെ സിനിമയിലേക്ക് വന്ന് മിമിക്രി കലാരൂപത്തിലൂടെ സിനിമയിൽ ക്ലച്ച് പിടിച്ച് പിന്നീട് ഒരു വർഷം തന്നെ വിരലിലെണ്ണാവുന്നതിലപ്പുറം സിനിമകളിൽ അഭിനയിച്ച കലാഭവൻ മണി നേടിയ പൈസയെല്ലാം തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു ചിലവാക്കിയത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി വളരെ തുച്ഛമായ രീതിയിൽ തന്നെയാണ് കലാഭവൻ മണി ചെലവാക്കിയത്. താൻ വലിയൊരു സിനിമാ താരമാണെന്ന് ഒരിക്കൽ പോലും പറയാൻ ശ്രമിക്കാതെ തന്നെയാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കലാഭവൻ മണി ഇല്ലാത്തതിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കുമുണ്ട്. മകളുടെ പഠനം ആവശ്യത്തിനായി മകളും ഭാര്യയും മറ്റൊരിടത്താണ് താമസിക്കുന്നത്. മണിനാഥം മുഴങ്ങുന്ന വീട്ടിൽ വല്ലപ്പോഴും മാത്രമാണ് അവർ എത്താറുള്ളത്. ആ എത്തുന്ന ദിവസമെല്ലാം നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ അവിടേക്ക് എത്തും. ശ്രീലക്ഷ്മിയും ഭാര്യയും കുറിച്ച് ചോദിക്കും, അന്വേഷിക്കും. മണിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കെത്തും. അവരുടെ സ്നേഹപ്പൂക്കളൊക്കെ അർപ്പിക്കും. അതാണ് അവർ പൊതുവെ ചെയ്യാറുള്ളൊരു പതിവ്. അത് മടുക്കാതെ തന്നെ അത് ചെയ്യുകയും അതുപോലെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹമുണ്ട് ഇപ്പോഴും മണിയോട് എന്ന ഈ വാർത്ത എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.